ദീനാസ് ക്രിയേറ്റീവ് സ്പേസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ബോഡ്മാസ് നിയമങ്ങൾ എന്താണെന്ന് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ബോഡ്മാസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാക്കറ്റുകളെ കുറിച്ച് പഠിക്കാം. നമുക്ക് 3 തരം ബ്രാക്കറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തേത് സ്മോൾ ബ്രാക്കറ്റ്. സ്മോൾ ബ്രാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുണ്ട്. രണ്ടാമത് കേളി ബ്രാക്കറ്റ്സ്. കേളി ബ്രാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ കേളി ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ടോ, ഇതേപോലെ എഴുതുന്നതാണ് സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഇങ്ങനെ 3 തരത്തിലുള്ള ബ്രാക്കറ്റ്സ്. ഇത് ഒരു കണക്കിൽ വന്നാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്തെടുക്കാമെന്ന് പഠിക്കാം. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് സ്മോൾ ബ്രാക്കറ്റാണ്. അപ്പോൾ നമുക്ക് സ്മോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതായത് സ്മോൾ ബ്രാക്കറ്റിൽ ഏതാ കിടക്കുന്നത്? 2 + 1 ആണ് അല്ലേ. 2 + 1 നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. നമുക്ക് ആദ്യം ചെയ്യാം. 10 പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റിൽ 5 പ്ലസ് കേളി ബ്രാക്കറ്റിൽ 4 മൈനസ് ഇനി എന്താ കിടക്കുന്നത്? 3 അല്ലേ. 3 ഇട്ടു, കേളി ബ്രാക്കറ്റ് ഇട്ടു, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 4 - 3 എന്തെന്ന് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. അതൊരു പോസിറ്റീവ് സംഖ്യയാണ്. +1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഇനി എങ്ങനെ എഴുതാം? 10 + 5, ഇവിടെ +1 അല്ലേ. അപ്പോൾ നമുക്കിവിടെ 5 + 1 എന്നായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 10 + 6, അതായത് 16 എന്ന് കിട്ടി. ഇതുപോലെയുള്ള ഒരു കണക്ക് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടീച്ചർ ചെയ്തേക്കുന്ന നോക്കിക്കേ. 20 പ്ലസ് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ 10 പ്ലസ് കേളി ബ്രാക്കറ്റിൽ 6 മൈനസ് സ്മോൾ ബ്രാക്കറ്റിൽ 3 + 1 സ്മോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഈ സ്മോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോഴോ 20 + 10 + 6 മൈനസ് 3 + 1 നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അതായത് 6 - 4. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് 6 - 4 ഇപ്പോൾ സെപ്പറേറ്റ് ഇട്ട് നോക്കാം. ഇതുണ്ടോ, 6 - 4. 6ൽ നിന്ന് 4 പോയാൽ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. കണ്ടോ. അപ്പോൾ 20 പ്ലസ് പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ 10 + 2 ആണ്. ഈ 2 ഇട്ടു. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം 10 + 2 എത്രയാ? 12 അല്ലേ. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് 20 + 12 ഫൈനൽ ആൻസർ 32 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ബ്രാക്കറ്റ് വന്നാൽ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പം 3 തരത്തിലുള്ള ബ്രാക്കറ്റ്: സ്ക്വയർ ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ്, പിന്നെ സ്മോൾ ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ്. ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് സ്മോൾ ബ്രാക്കറ്റ്, പിന്നെ കേളി ബ്രാക്കറ്റ്, ലാസ്റ്റാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. 2-3 കണക്കുകൾ ഇതുപോലെ ഇട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.